ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഏതാണ്ട് ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞു കേട്ടോ. ഞാൻ ഈ നിർത്തി വെക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ, നമ്മുടെ വീട്ടിൽ കൂടേണ്ട അവസാന സ്റ്റേജ് എത്തിയ സമയത്ത് നമുക്ക് ഭയങ്കര തിരക്കായിപ്പോയി. പെട്ടെന്ന് വീട്ടിൽ കൂടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ നമ്മൾ വേഗം വേഗം പണി തീർക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, വോയിസ് ഓവർ കൊടുക്കുകയൊക്കെ പാടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നമ്മുടെ സബ്ബും വാച്ച് അവറും എല്ലാം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം സീറോയിലാണ് കിടക്കുന്നത്. എല്ലാം ഒന്ന് എന്താ പറയുക, വീഡിയോസൊക്കെ ഇട്ടൊന്ന് റീച്ചാക്കി എടുക്കണം. ഇപ്പോൾ നമ്മളെ പുതിയ വീട്ടിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അതേ രാവിലെ ഞാനൊരു 5 മണിക്ക് എണീച്ചു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിൽ കയറി ചായ ഉണ്ടാക്കിട്ടോ. പിന്നെ കാക്കു പള്ളിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാമല്ലോ വെച്ച് ഇന്ന് ഗ്രീൻ പീസ് കറി ഒട്ടടയായിരുന്നു ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിനുള്ള സംഭവങ്ങളൊക്കെ ഉള്ളിയും പച്ചമുളകും തക്കാളിയും പിന്നെന്താ ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞ് നമ്മളെ കുക്കറിൽ വെച്ചു. പിന്നെ നമ്മളെ ദോശയല്ല, ഓട്ടടയ്ക്കുള്ള അരി ഞാൻ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കാക്കു വന്നപ്പോൾ പൊറാട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ചട്ടി അടുപ്പത്ത് വെച്ചതും ആൾ വന്നതും ഒപ്പമാണ്. അപ്പോൾ നോക്കിയപ്പോൾ പൊറാട്ടയാണ്. ഇപ്പോൾ കറിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാക്കണ ഇതാണ്, ലൈവായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ആൾ ചൂടോടുക്കനായപ്പോൾ മേടിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം നമ്മുടെ ഓട്ടട മാവ് എടുത്തിട്ട് ഫ്രിഡ്ജിക്ക് വെച്ചു, നാളെ ഉണ്ടാക്കാമല്ലോ. അപ്പം നമ്മളെ ഇന്ന് ഗ്രീൻ പീസ് കറി പൊറാട്ടയാക്കാമെന്ന് വിചാരിച്ചു. പൊറാട്ട അങ്ങനെ എടുത്ത് വയ്ക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മളപ്പം തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ മോനിക്കുള്ള കഞ്ഞിയൊക്കെ ഒന്ന് വെച്ചു. അപ്പം നമ്മളെ കറി ഇവിടെ റെഡിയായി. കുക്കർ ഓഫാക്കിയിട്ട് ഞാനൊന്ന് പുറത്ത്. ഇന്ന് രാവിലെ മഴയൊന്നുമില്ല, കുറവാണ്. അപ്പം എന്നാലും മഴക്കാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. നല്ല കോടയുണ്ട്, നല്ല തണുപ്പുണ്ട്. എന്നും രാവിലെ നിൽക്കുമ്പോൾ നല്ല മഴയാവും. അപ്പം ഇന്ന് മഴ ചെറിയൊരു കുറവുണ്ട്. അപ്പം അതൊക്കെ കണ്ടു. പിന്നെ എൻ്റെ ചെടിയൊക്കെ ഒന്ന് പോയി നോക്കി. കാരണം മഴ ആയതുകൊണ്ട് തന്നെ ചെടിയൊക്കെ ആകെ നാശമായി തുടങ്ങുന്നുണ്ട്. ഇതിൽ കുറേ ചെടി ഞാൻ പൈസ കൊടുത്ത് മേടിച്ച ചെടിയാണ്. പിന്നെ കുറേ ചെടി കാക്കുവിൻ്റെ വയനാട്ടിൽ പോയപ്പോൾ അവിടുന്ന് അമ്മായിൻ്റെ അടുത്തുനിന്ന് കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ അടുത്തുള്ള വീട്ടിൽ എല്ലാവരും എടുത്തുകൊണ്ട് കുറേ പൈസ കൊടുത്ത് മേടിച്ചതൊക്കെ ആയിട്ട് കുറേ ചെടി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വാടകയ്ക്കൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് ഇത്ര അധികം ചെടി വെക്കാനൊന്നും നമുക്ക് അങ്ങനെ തോന്നില്ല. പക്ഷെ നമുക്ക് സ്വന്തമായിട്ടൊരു വീടൊക്കെ ആകുമ്പോൾ നമുക്ക് ചെടി വെക്കണം, അത് വെക്കണം എന്നൊക്കെ തോന്നുമല്ലോ. അങ്ങനെ കുറേ ചെടിയൊക്കെ ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. ഇതൊക്കെ മഴ ആയതുകൊണ്ട് ആകെ നാശമായി. മഴ മാറിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ അകത്ത് വന്നപ്പോഴേക്കും മോനുള്ള കഞ്ഞി താളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് വേഗം റൈസ് കുക്കർക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞു നമ്മളെ കറി ഞാനൊന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഗ്രീൻ പീസ് കറി. പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ചായ കുടിച്ചു കേട്ടോ. എല്ലാവരും എന്ന് പറഞ്ഞാൽ മോനില്ല, മോന് ഇങ്ങനെ പിച്ചി എടുത്തിട്ട് മോന് TV കണ്ടിട്ട് തിന്നണമെന്ന് പറഞ്ഞിട്ടോ TV കണ്ടിരുന്നു. ഞങ്ങളെല്ലാവരും ഒപ്പം ചായ കുടിച്ചു. പിന്നെ മോള് സ്കൂളിൽ പോകുമ്പോൾ ചോറ് കൊണ്ടുപോവില്ല, ചോറ് സ്കൂളിലുണ്ട്, അവൾ സ്കൂളിൽ നിന്ന് മേടിക്കുകയാണ്. പിന്നെ അവൾക്ക് സോയാബി ഇങ്ങനെ വറുത്തത് വേണമെന്ന് പറഞ്ഞിട്ട് അത് വറുത്തെടുത്തു. ആൾക്ക് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോയാബി വറുത്തത്, ഉരുളക്കിഴങ്ങ് പൊരിച്ചത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം. പിന്നെ സോയാബിയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾക്ക് എന്തൊന്നുമില്ലാത്ത സന്തോഷമാണ് സ്കൂളിൽ പോകാൻ. ഇത് പാക്കാക്കണ അപ്പം തൊട്ട് ഇതെടുത്തുകൊണ്ട് തീറ്റ തുടങ്ങും. ഇത് അടച്ച് വെക്കോളം. എന്നിട്ട് ബാക്കി ഞാൻ മോനിക്ക് എടുത്ത വെച്ചും കൂടെ മുപ്പത്തിയാറ് തിന്നു, ഇതുമൊക്കെ ആക്കിയാണ്ട്. അപ്പം അത് കിട്ടിയ സന്തോഷത്തിൽ ഓളത് കൊണ്ടുപോയി. പിന്നെ ഓളെ ബസ് വരണമെങ്കിൽ ഒരു 9 മണിയാവും കേട്ടോ. അപ്പം ഈ മേലെന്ന് ഇച്ചിരി അങ്ങോട്ട് കയറണം, കുറച്ചുള്ളൂ. നല്ല കയറ്റം അങ്ങനെ കയറുമ്പോൾ ഓൾക്ക് എപ്പോഴും കയറണോണ്ടല്ല കുഴപ്പമില്ല. എനിക്കൊക്കെ ഞാനൊന്ന് മേലെ കയറുമ്പോഴത്തേനാകെ കതിച്ച് പണ്ടാറും. പിന്നെ കാക്കും പോയി. പിന്നെ ഞാനും മോനും ഒറ്റയ്ക്കായി. ഇവനിപ്പോൾ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉള്ളതുകൊണ്ട് അതിൽ കുറച്ച് നേരം തോന്നി അവൻ 2 ഗെയിമൊക്കെ കളിച്ചിട്ടിരിക്കും. പിന്നെ അത് ഓഫാക്കിയിട്ട് വന്നിട്ട് പിന്നെ കൊച്ചു TV ആണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് കുറേ വണ്ടീൻ്റെ അത് പരത്തിയേക്കും.
ഇതൊക്കെ തന്നെ ഓൻ്റെ പരിപാടി. പിന്നെ ഞാൻ വാതിലൊക്കെ അടച്ച് നമ്മളെ പരിപാടിയിലോട്ട് പോവുകയാണല്ലോ. ഇനി നമുക്കുള്ള പരിപാടിയാണ് എന്ത്, ഈ അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, കറി വയ്ക്കാതൊക്കെ തന്നെ. എല്ലാവരും പോയി കഴിയുമ്പോഴത്തേന് നമ്മൾ അടുക്കളേൻ്റെ കോലാണ് ഇങ്ങനെ. കുറേ പാത്രം കഴുകാനും ചായ കുടിച്ചതും ഒരു വക, അങ്ങനെ കുറേ ഉണ്ടാവും. അപ്പം എനിക്കിതിനൊക്കെ ഒരു എനർജി കിട്ടണമെങ്കിൽ ഞാൻ പാട്ടിടും കേട്ടോ. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു പാട്ടിട്ടിട്ട് ഞാൻ എൻ്റെ പണി എടുക്കും. ഈ പാട്ടൊരു 1-2 കഴിയുമ്പോഴത്തേന്, 1-2 ഒന്നല്ല കേട്ടോ, അതിലേറെ കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ഏതാണ്ട് പണിയൊക്കെ തീർത്തിട്ടുണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു പാട്ടൊക്കെ ഇട്ടാലേ ഇനി വേഗം ഈ ചായ കുടിച്ച പാത്രം, ചായ ഉണ്ടാക്കിയ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് വേഗം കഴുകുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണിയാണ് ഈ പാത്രം കഴുകൽ കേട്ടോ. അത് ഈ ചട്ടിയും കുടുക്കയും ഈ കരിച്ചട്ടിയൊന്നും കഴുകണം അത്ര വലിയ ഇഷ്ടമല്ല. പക്ഷേ ഇങ്ങനത്തെ പാത്രമൊക്കെ കഴുകണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എപ്പോൾ പാത്രം കഴുകലും ഞാൻ തന്നെ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ ആരും ഇല്ല കേട്ടോ, ഇവിടെ ഞാൻ തന്നെ ഉള്ളൂ എല്ലാ പണിയെടുക്കാൻ. ഞാൻ പറഞ്ഞത് ഞാൻ എവിടെ പോയാലും ഞാൻ പാത്രം കഴുകും എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ വീട്ടിൽ ആരും ഇരുന്ന് വന്നാലും ഞാൻ അവരെ കൊണ്ടൊന്നും പാത്രം കഴുകില്ല, ഞാൻ തന്നെ കഴുകും. പിന്നെ നമ്മളെ ബെഡൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വിരിച്ചു. താഴത്തെ 2 റൂമും മേലെ 1 റൂമാണ് കേട്ടത്, എൻ്റെ മോളെ റൂമാണ്. അപ്പം അവിടുത്തെ അടിച്ചുവാരലും ഒതുക്കലും പറക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കറി വയ്ക്കാനുള്ള പരിപാടി നോക്കാം. അപ്പം ഇന്നത്തെ കറി എന്താ, പരിപ്പും വെള്ളരിക്ക എന്തോ ആണ് കറി വെച്ചതുണ്ട്. എനിക്ക് ഈ പറഞ്ഞ കറീനോടൊന്നും വലിയ ഇഷ്ടമല്ല. പിന്നെ കാക്കുച്ചക്ക് കഴിക്കാൻ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കറി ഒക്കെ ഉണ്ടാക്കണതാണ്. നമ്മളിപ്പോൾ ഒരു മുട്ട പൊരിച്ചാലും നമ്മൾ കഴിക്കും. പിന്നെ ഈ സാധനം എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, ഈ കൈപ്പക്ക. പിന്നെ അത് ഞാനിങ്ങനെ ഓരോരോ മോഡല് മസാല ഒക്കെ ആക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉണ്ടാക്കണോണ്ട് ഞാനങ്ങനെ കഴിക്കും. അപ്പോൾ ഞാനിത് കുറച്ച് കടുകിട്ടിട്ട് സവാള, പച്ചമുളക്, കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് വെച്ചിട്ട് ഈ സാധനം ഇടും. പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങനെ കരിയിച്ചെടുക്കും. അപ്പം ഏതാണ്ടൊക്കെ ഒരു കയ്പ്പൊക്കെ പോണ പോലെ ഒരു ഫീൽ ചെയ്യും. പിന്നെ ചെറിയൊരു കയ്പ്പ് ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ പരിപ്പ് വേവിച്ചു. അപ്പോഴും ഞാൻ പോയി നോക്കുമ്പോൾ ഇവിടെ ഒരാൾ ഐസ്ക്രീമൊക്കെ തിന്ന് കമ്പ്യൂട്ടറൊക്കെ ഓഫാക്കി കൊച്ചു ടി വി ആണല്ലോ തുടങ്ങി. ഓന് ഇനി അതൊക്കെ കഴിഞ്ഞ് കണ്ട ഇവിടെ കുറേ വണ്ടിയൊക്കെ പെടുത്തിയിട്ടിട്ടുണ്ട്. ഇതൊന്നുമല്ല, അതിനപ്പുറം വണ്ടി ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് രാവിലെ മഴയ്ക്ക് നല്ല കുറവുണ്ട്. അപ്പം ഞാൻ വേഗം അലക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്നലത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ തൂക്കി, ഇങ്ങനെ എല്ലാം പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ അടുക്കള ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ അതും അടിച്ചു വാരി തുടച്ച് ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറേ ദിവസം കഴിഞ്ഞെടുക്കണോണ്ട് ഒരിതൊക്കെ ഉണ്ട്, അതൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ, സീ യു.